ഹായ് ഹോൾ, വെൽക്കം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഹിസ്റ്റോഗ്രാം എന്താണെന്ന് പഠിച്ചല്ലേ. നമ്മൾ എങ്ങനെ മാൻ പവർ ഗ്രാഫിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാമെന്നും അതുപോലെ ക്യാഷ് ഫ്ലോൻ്റെത് എങ്ങനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കിയല്ലേ മുന്നത്തെ വീഡിയോയിലൂടെ. നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എങ്ങനെയാണ് പ്ലാൻഡ് വി എസ് ആക്ച്വൽ ആയിട്ടുള്ള വർക്കിൻ്റെ പ്രോഗ്രസ് ഒരു ഗ്രാഫിക്കലായിട്ട് ഒരു ചാർട്ടായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത്. നമ്മൾ മുൻപ് ക്യാഷ് ഫ്ലോൻ്റെ ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു ആക്ടിവിറ്റി യൂസേജ് സ്പ്രെഡ്ഷീറ്റ്. ആക്ടിവിറ്റി യൂസേജ് സ്പ്രെഡ്ഷീറ്റിലാണ് നമുക്ക് ഡാറ്റ എടുക്കാനുള്ളത്. അതിനായിട്ട് ആക്ടിവിറ്റി യൂസേജ് സ്പ്രെഡ്ഷീറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന ബഡ്ജറ്റ് ടോട്ടൽ കോസ്റ്റ് ആണല്ലേ. അതായത് ഓരോ ദിവസം നമുക്ക് വേണ്ട കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. നമുക്കിപ്പോൾ ഇത് ഡേയ്സ് ആണ്. വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ നമുക്ക് ഡാറ്റ എടുക്കേണ്ടി വരും. അതിനായിട്ട് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടൈം സ്കെയിൽ എടുക്കുക. ടൈം സ്കെയിലിൽ നമുക്കിവിടെ ഡേറ്റ് ഇൻ്റർവെൽ എന്ന് കാണാം. ഇതിപ്പോൾ വീക്സ് പെർ ഡേയ്സ് എന്നാണ്. ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലിയോ ഏത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ഞാനിവിടെ മന്ത്ലി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ ഡാറ്റ വന്നിട്ടുള്ളത് മന്ത്ലി ആയിരിക്കും. ഈ ഒരു മാസം എത്ര എമൗണ്ട് വേണം, ഡിസംബറിൽ എത്ര വേണം എന്നുള്ളത്. നമുക്കിവിടെ ഡെയിലി ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വീക്ക് പെർ ഡേയ്സ് 1 എന്നോ 2 എന്നോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത് ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം കോസ്റ്റ് വേണം എന്നുള്ളതാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ടുള്ളത് ടൈം ഇൻ്റർവെല്ലിലാണ് അല്ലേ. വർക്കിന്റെ പ്ലാൻഡ് വി എസ് ആക്ച്വൽ ആയിട്ടുള്ളത് പ്രോഗ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യുമുലേറ്റീവ് ആണ് ആവശ്യമുള്ളത്. ക്യുമുലേറ്റീവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ മൺഡേയിൽ കാണാം ഈ ഒരു എമൗണ്ട് എന്നുള്ളത് അല്ലേ. ട്യൂസ്ഡേ വരുമ്പോൾ ഈ ഒരു എമൗണ്ട് ആണ്. ക്യുമുലേറ്റീവിലാവുമ്പോൾ ഈ ഒരു മൺഡേ പ്ലസ് ട്യൂസ്ഡേ ആണ് നമുക്ക് ഈ ഒരു ട്യൂസ്ഡേയിൽ വരിക. ആഡ് ചെയ്ത് കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് പോവാണ് ചെയ്യുക. ഈ ഒരു വെനസ്ഡേയിൽ വരുമ്പോൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ ഒരു 3 കോസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് വെനസ്ഡേയിൽ വരിക. ഇതാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്യുമുലേറ്റീവ് ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റ് ആണ് ആവശ്യമുള്ളത്. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്പ്രെഡ്ഷീറ്റ് ഫീൽഡിൽ പോവാം. ഇവിടെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റഡ് ഉള്ളത് നമ്മൾ ടൈം ഇൻ്റർവെല്ലിലാണ്. ക്യുമുലേറ്റീവ് ബഡ്ജറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ കൊടുക്കാം. ഇവിടെ കോസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോ ദിവസത്തതും ആഡ് ചെയ്തിട്ടാണ്. ഈ ഒരു വില്ല പ്രോജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് കോപ്പി ചെയ്ത ഡീറ്റെയിൽസ് നമുക്കിവിടെ എക്സലിൽ പേസ്റ്റ് ചെയ്യാം. ഇതിൽ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പം നമുക്കിവിടെ വില്ലയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഇത് നവംബറിൽ ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്ത് ക്യുമുലേറ്റീവ് അതായത് ആഡ് ചെയ്ത് വന്നിട്ടുള്ള കോസ്റ്റ്. നമുക്ക് ഇനി വേണ്ട ഡാറ്റകൾ നമുക്കൊരു ഡേറ്റ്സ് വേണം, അതുപോലെ പ്ലാൻഡ് പെർസെൻറ്റേജ്, ആക്ച്വൽ പെർസെൻറ്റേജ്, ഇത്രയും ഡീറ്റെയിൽസ് വേണം. നമുക്ക് ഡേറ്റ് ഈ മുകളിലുള്ള ഡേറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് പ്ലാൻഡ് പെർസെൻറ്റേജ് ആണ്. ആ ഒരു പ്ലാൻഡ് പെർസെൻറ്റേജ് എങ്ങനെയാണ് നമുക്ക് കാണുക? നമുക്ക് പ്ലാൻഡ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു നവംബർ 1 വരുന്ന കോസ്റ്റ് എത്രയാണ് അത് സെലക്ട് ചെയ്യുക. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഇവിടെ വരുന്നത് ഈ 6th ഡിസംബർ എന്നുള്ളതാണ്. ഇത് സെലക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് പെർസെൻറ്റേജ് എന്ന് കിട്ടും. ഈ ഒരു നവംബർ 1 നമുക്ക് 6% ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള വർക്ക്. അതുപോലെ തന്നെ നമ്മൾ നവംബർ 2 നമ്മൾ ഇക്വേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നവംബറിൽ വരുന്ന കോസ്റ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടലായിട്ട് വരുന്ന കോസ്റ്റ് നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുക. അപ്പോൾ 13% നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ദിവസം വരുമ്പോൾ നമ്മുടെ പ്ലാൻഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മൊത്തമായിട്ടുള്ള ഡേറ്റിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇക്വേഷൻ നമ്മൾ
എല്ലാ ഡേറ്റ്സിനും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്ലാൻഡ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 3-ന് കാണാം 13%, അതുപോലെ 2-ന് 13% ആണല്ലേ. ഈ 3 എന്ന് പറയുന്നത് സൺഡേ ആണ്. നമ്മൾ കാലണ്ടർ സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഡേയ്സ് ഓഫാണ്. അപ്പോൾ ഒരു കോസ്റ്റോ കാര്യങ്ങളൊന്നും ക്യുമുലേറ്റീവിൽ നമ്മൾ ആഡ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഇതുള്ളത്. ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, റിപ്പീറ്റായിട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും, പെർസെൻറ്റേജ് എല്ലാം. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം വേണം. അതിനായിട്ട് നമ്മൾ ഇൻസേർട്ടിൽ പോവാം. ഇൻസേർട്ടിൽ ഇവിടെ കാണാം ചാർട്ട് എന്നുള്ളത്, അതായത് ഇൻസേർട്ട് ലൈൻ ഓർ ഏരിയ ചാർട്ട് എന്നുള്ളത്. ഈ ഒരു ലൈൻ ചാർട്ടിൽ നമുക്ക് 2D ലൈൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് ഏരിയയിൽ നമ്മൾ ഇൻസൈഡിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഡാറ്റാസ് എന്നുള്ളത് എടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഡേറ്റ്സ് മുതൽ ഈ ഒരു പ്ലാൻഡ് പെർസെൻറ്റേജ് ആക്ച്വൽ വരെ, അതുപോലെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റാസ് ഈ ഒരു ടേബിളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഈ ഒരു ചാർട്ടിൽ ലീനിയറായിട്ട് നമ്മൾ വർക്ക് പെർസെൻറ്റേജ്, അതിൻ്റെ ഡേയ്സിനനുസരിച്ചുള്ള വർക്ക് പെർസെൻറ്റേജ് നമുക്കിതിൽ കാണാം. ഈ ഒരു ചാർട്ടിൽ നമുക്ക് സാധാരണ വരുന്നത് ഒരു എസ് കർവായിട്ടാണ്. നമ്മുടെ വാല്യൂസ് കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആക്ച്വലി നമ്മൾ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് നമ്മുടെ സൈറ്റിൽ വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആക്ച്വലും കൂടെ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ പ്ലാൻഡ് VS ആക്ച്വലി നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ 1-ന് 6% ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, പക്ഷേ ആക്ച്വലി നടന്നിട്ടുള്ളത് 5% ആണ്. ആ ഒരു 5 നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. നവംബർ 2-ന് നമ്മൾ 13% നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, പക്ഷെ നമുക്കൊരു 10% നമ്മൾ സൈറ്റ് വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ 13 എന്നുള്ളത്, ഇവിടെ 12% നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഗ്രാഫിൽ നമുക്കൊരു റെഡ് ആയിട്ടുള്ളതല്ലേ, അത് ആക്ച്വലാണ്. അതുപോലെ ബ്ലൂ എന്ന് പറയുന്നത് പ്ലാൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അപ്ഡേറ്റ് വെച്ചുകൊണ്ട് നമ്മളെ ആക്ച്വൽ പെർസെൻറ്റേജും കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാർട്ടിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം നമ്മുടെ പ്ലാൻഡ് VS ആക്ച്വലിൻ്റെ വർക്ക് പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്.